നമ്മളൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ്സിനിടയിൽപ്പെട്ട് ഒരു യുവാവ് മരിച്ചു എന്ന വാർത്ത വരുന്നു. കേരള ബാങ്കിലെ ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത്. റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു ഉല്ലാസ്. അതിനിടെ KSRTC ബസിന്റെയും സ്വകാര്യ ബസിന്റെയും ഇടയിൽപ്പെട്ടാണ് ഉല്ലാസിന് അപകടം സംഭവിച്ചത്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, ദാരുണമായ ഒരു അന്ത്യമാണ്. എന്താണ് അവിടെ നടന്നത്? സുജിയ, ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ഞാൻ ഇവിടെ വെച്ച് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് എന്നതാണ്. ഇത് കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഡിവൈഡറിന്റെ നോർത്ത് എൻഡ് പരിസരമാണ്. ഇവിടെ ഒരു സീബ്ര ക്രോസ് കാണാം. ഇവിടെ ഈ യു ടേൺ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ KSRTC നിർത്തിയിട്ടതുപോലെ ആ സമയത്ത് ഇവിടെ ഒരു KSRTC ഇത്തരത്തിൽ യു ടേൺ എടുക്കാനായി നിർത്തിയിട്ടിരുന്നു എന്നതാണ്. യു ടേൺ എടുക്കാനായി തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ നടന്നു പോകാനുള്ള സിഗ്നൽ വരുന്നത്. അങ്ങനെ ഈ ഉല്ലാസ് മരിച്ചത് ഈ കേരള ബാങ്ക് ജീവനക്കാരനായ ഉല്ലാസാണ്. ഈ ഉല്ലാസ് ഈ സീബ്ര ക്രോസ് വഴി ഈ നടക്കാനുള്ള സിഗ്നൽ വന്നപ്പോൾ അതിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് സിഗ്നൽ മാറിയത്. ഒരുപക്ഷെ ഇവിടുത്തെയൊക്കെ സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15 സെക്കൻഡും 20 സെക്കൻഡും ഒക്കെയാണ്. അദ്ദേഹം ഈ സീബ്ര ക്രോസിലൂടെ നടന്നു പോകുന്ന സമയം ഏകദേശം ഇപ്പോൾ ഈ വാഹനം എത്തി നിൽക്കുന്ന ഇടത്ത് അദ്ദേഹം എത്തുമ്പോൾ ഇവിടെ ഒരു KSRTC ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ട് അതായത് ഈ സീബ്ര ക്രോസിന് തൊട്ടരികിലായി ഒരു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിറകിലൂടെ ഒരു പ്രൈവറ്റ് ബസ് കൂടി ഈ യു ടേൺ എടുക്കാനായി കുറുകെ വരികയായിരുന്നു എന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉല്ലാസ ഇടയിൽപ്പെടുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒരു മാർക്ക് കാണാം. ഈ സീബ്ര ക്രോസിനകത്തായി ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ 2 ബസ്സിനിടയിലും ഞെരുങ്ങിപ്പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തി സീബ്ര ക്രോസ് വഴി കടന്ന് അവിടെ എത്തി തിരിച്ച് ആ സ്റ്റാൻഡിലേക്ക് കടക്കാനായി പോകുന്ന വഴിയിലാണ് ഈ KSRTC ബസ്സും ഒപ്പം തന്നെ കുറുകെ വന്ന പ്രൈവറ്റ് ബസ്സിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങിപ്പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ കണ്ടവരൊക്കെ തന്നെയും പറഞ്ഞിട്ടുള്ളത് ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥിരം പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള സിഗ്നലിന്റെ ടൈം എത്രയാണ് സുനിഷ? അദ്ദേഹം ഇപ്പോൾ സുനിഷയുടെ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ യു ടേൺ എടുക്കുന്നതും മാത്രമല്ല സിഗ്നൽ ചേഞ്ചിന്റെ ഒരു സമയം അതൊരു പ്രശ്നമാണല്ലോ. കാരണം സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് 2 അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴിയുണ്ട്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 സെക്കൻഡെങ്കിലും സമയം വേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. സഹോദരേ, കറക്റ്റ് 1:50 2 മണിക്കകത്താണ് സംഭവിച്ചത്. അതൊരു മാക്സിമം 20 സെക്കൻഡൊക്കെ ഉള്ളൂ. നടന്നു പോകുമ്പോൾ തന്നെ സിഗ്നൽ മാറാനുള്ള സാധ്യതയില്ല. ആ ചാൻസ് ഉണ്ട്. കറക്റ്റ് നമ്മൾ വിഷ്വൽ അത് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. കറക്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് കണ്ടിട്ടില്ല. ആക്സിഡന്റ് വന്നതിന് കഴിഞ്ഞതിന് പിറവാ ഈ സൈറ്റിൽ വന്നത് തന്നെ. സാധാരണ രീതിയിൽ അവിടെ ബസ് ബേ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് യു ടേൺ ചെയ്യാൻ പാടുണ്ട്. അങ്ങനെയുണ്ട്. എങ്ങനെ? അതായത് ഇവിടെ ബസ് ബേ ഉണ്ട്, അവിടെ യു ടേൺ ചെയ്യാൻ, അതായത് ഈ പഴവങ്ങാടി അമ്പലത്തിന് തൊട്ട് മുന്നിലായി യു ടേൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു റൈറ്റിലേക്ക് തിരിയാനുള്ള ഇവിടെ റൈറ്റിൽ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് കോളം സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് സിറ്റി ബസ് ഭാഗത്തുനിന്ന് റൈറ്റിലോട്ട് തിരിയാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സിഗ്നലും കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾക്ക്. തിരിച്ച് ലെഫ്റ്റിലോട്ടില്ല എന്നുള്ളൂ, റൈറ്റിലോട്ടുണ്ട്. അങ്ങോട്ടായില്ല, അത് റൈറ്റിലോട്ടുണ്ട്. സിഗ്നൽ വരും, റൈറ്റിലോട്ട് കാണുന്നുണ്ട്. സുജയ്, ഇതാണ് പ്രശ്നം. 20 സെക്കൻഡൊക്കെയാണ് ഈ സിഗ്നൽ ഉള്ളത് എന്നതാണ്. ഇത് കണ്ട ഓട്ടോക്കാരൊക്കെ തന്നെയും തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ സിഗ്നലിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് എന്നതാണ്. ഇത് കടക്കുമ്പോൾ പക്ഷേ 20 സെക്കൻഡൊക്കെ മാത്രമാണ് സമയം ഉണ്ടാകുന്നത്. അത് കടന്ന് പകുതി എത്തുമ്പോഴേക്കും ഈ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഒരുപക്ഷെ അവിടെ എത്തിയ നടുവിൽ നിന്ന് പോയിട്ടുണ്ടാകും അല്ലേ സുനിഷ? അതായത് ഈ പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും സിഗ്നൽ മാറിയിട്ടുണ്ടാകുമല്ലേ? അതെ സുജി, ഈ പകുതി എത്തുമ്പോഴേക്കും സിഗ്നൽ മാറി എന്നതാണ്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ, മുന്നിലൊരാളുണ്ട് എന്നതാണ് ശ്രദ്ധിക്കാതെ ഈ ബസ് പെട്ടെന്ന് തന്നെ കുറുകെ എത്തി. അതിനിടയിൽ ഈ KSRTCയും വളവ് തിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചേട്ടാ, ഇത് കണ്ടതാണോ നേരത്തെ? ഇതിവിടെ 2:30 സംഭവം നടന്നതാണ്. KSRTCയും വലിയ കുഴപ്പമാണ്, പ്രൈവറ്റ് ബസ്സും വലിയ കുഴപ്പമാണ്. ഇതിനെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല. പോലീസ് പറഞ്ഞാൽ പോലും കേൾക്കില്ല, മറ്റേ തെറി വിളിക്കും. ഇതിവിടെ നമ്മളെ ഭരണകക്ഷം കേരളത്തിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത്. കോൺഗ്രസും മാറി വരുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷവും കൂടെ ഒരു തീരുമാനമെടുത്ത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ആക്സിഡന്റ് കുറയ്ക്കാനുള്ള വഴി നോക്കുക. നേരത്തെ ശരിക്കും എന്താണ് ചേട്ടാ സംഭവിച്ചത്? ഇദ്ദേഹം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയതാ. ഈ 2 ബസ്സും കൂടെ ക്രോസ് ചെയ്ത് നെരുക്കി ഇടിച്ചു കൊന്നതാ പാർട്ടിയാണ്. ഇതിന് മുമ്പേ കഴിഞ്ഞ മാസം അപ്പുറത്തെ ഒരു വയസ്സായ ഒരാളിനെ അത് കൊന്നു. പിന്നെ ഇവിടെ അപകടങ്ങൾ കൂടുതലെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് കാരണം ട്രാൻസ്പോർട്ട് കാരണം ഇതേപോലെ കൊണ്ടിടും. നിങ്ങൾ ചാനലിൽ എടുത്തല്ലോ, ഇവർ മണിക്കൂറായാലും രാവിലെ കൊണ്ടിട്ടാലും ഉച്ചയ്ക്ക് കൊണ്ടിട്ടാലും എടുക്കില്ല.
പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാലും കേൾക്കില്ല. എന്തോന്ന് വെച്ചാൽ ഇവർക്ക് റെയ്ഡ് യൂണിയൻ ഉണ്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് സംരക്ഷിക്കാൻ സർക്കാരും ഉണ്ട്, റെയ്ഡ് യൂണിയനുകളും ഉണ്ട്. പോലീസ് പറഞ്ഞാൽ പോലും കേൾക്കാറില്ല. അതിന്റെ ഒരു തന്റെ ഇടമാണ് ഇവരിവിടെ ചെയ്യുന്നത്. സുജ, ഇതാണ് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതാണ് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ബസ്സുകളുടെ പോക്ക് വരവ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു KSRTC ബസ്, പ്രൈവറ്റ് ബസ്സിനെ നമ്മൾ വേഗം നോക്കണ്ട. ഭരിക്കുന്ന സർക്കാരിൻ്റെ KSRTC ബസ് എങ്ങനെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്നും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തോന്നുന്ന പോലെയാണ്. സിഗ്നലൊന്നും അവർക്കൊരു ബാധകമല്ല. റെഡ് ലൈറ്റ് കത്തിയാൽ പോലും KSRTC ഡ്രൈവേഴ്സ് നിർത്തത്തില്ല. അവർ അങ്ങ് എടുത്തുകൊണ്ട് പോവാണ്. റെഡ് ലൈറ്റ് അവർക്കൊരു ബാധകമല്ല, സിഗ്നൽ അവർക്കൊരു ബാധകമല്ല. പോലീസുകാരിൽ നിന്ന് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ വേറെ എന്തെങ്കിലും മറുഭാഷ പറഞ്ഞിട്ട് പോവാണ്, ഇല്ലെങ്കിൽ ചെറഞ്ഞ് നോക്കിയിട്ട് പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ട്രേഡ് യൂണിയൻ, മെയിനായിട്ട് KSRTCയിലെ ഡ്രൈവർമാർക്കാരും കണ്ടക്ടർമാർക്കും ട്രേഡ് യൂണിയന്റെ ഒരു വഴിയിലിറങ്ങുന്ന മനുഷ്യന് ഇങ്ങനെയാണ് പോക്കെന്നുണ്ടെങ്കിൽ സുനിഷ എങ്ങനെയാണ് വിശ്വസിച്ചൊന്ന് ക്രോസ് ചെയ്യുക? സുനിഷ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പേടിക്കണമല്ലോ. അതെ, അതാണ് സുജയ, ഇവർ പറയുന്നത് വെച്ചിട്ടും അത് തന്നെയാണ്. കാരണം നമ്മളിവിടെ വന്ന് ഒരുപാട് പേരോട് സംസാരിച്ചപ്പോഴും ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കിഴക്കേക്കോട്ടയിലെ ഒരുപാട് സ്ഥലത്ത് ഈ പറയുന്നത് പോലെ ക്രോസ് ചെയ്യാനുള്ള സീബ്ര ക്രോസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ സിഗ്നൽ ഒരുപക്ഷെ 20 സെക്കൻഡ് ആയിരിക്കും. കടക്കുമ്പോഴേക്കും ഈ സിഗ്നൽ മാറുന്നൊരു പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ഈ KSRTC ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും ഒരു രീതിയിലും അല്ലെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ല എന്നതാണ്. ഒരുപക്ഷെ നിർത്തിയിടുന്നത് നമുക്ക് കാണാം. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന് മുന്നിൽ തീർച്ചയായും ഇപ്പോൾ ആ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് 4-5 സ്ത്രീകൾ ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ കാത്തു നിൽക്കുന്നു. സുനിഷ നിൽക്കുന്നിടത്തും അങ്ങോട്ട് പോകാൻ കാത്തു നിൽക്കുന്നു. നിരവധി ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഈ സീബ്ര ക്രോസിംഗ് സ്ഥലമാണത്. അവിടെയാണ് അപകടമുണ്ടായത്. കേരള ബാങ്കിലെ ജീവനക്കാരനായ ഉല്ലാസ് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിലാണ് സ്വകാര്യ ബസിന്റെയും KSRTC ബസിന്റെയും ഇടയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ റോഡുകൾ അത് അപകട കെണിയൊരുക്കുന്ന തരത്തിലായിരിക്കരുത് ക്രമീകരിക്കേണ്ടത്. നോക്കൂ, ഇതുപോലെ കടന്നുപോയ ഒരു മനുഷ്യനാണ് നമ്മളിപ്പോൾ കണ്ടതുപോലെ. അങ്ങനെ കടന്നുപോയ ഒരു മനുഷ്യന്റെ ജീവനാണ് അല്പസമയം 1.5 മണിക്കൂർ മുമ്പ് ആ നിരത്തിൽ പൊലിഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. സുനിഷ യെല്ലൂരാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നമുക്കിനി നേരെ